2024 ജെയ് മെയിൻ സെഷൻ 2 എക്സാം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2 എന്നിങ്ങനെ ഒരു ദിവസം 2 എക്സാമുകളാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റുമാനൂർ അയോൺ TCS സെന്ററിലാണ്. നമുക്ക് വിദ്യാർത്ഥികളോട് ചോദിക്കാം ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ജെയ് മെയിൻ സെഷൻ 1 എന്താണ് അവരുടെ വ്യത്യാസം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിച്ചറിയാം. ജെയ് മെയിൻ രണ്ടാമത്തെ സെഷൻ എക്സാമുകൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. നമ്മോടൊപ്പം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യുകയാണ്. നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ ഒന്ന് വിലയിരുത്തുമ്പോൾ. ഫിസിക്സ് കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ വട്ടത്തെ സെഷൻ പോലെ തന്നെയാണ് വന്നത്. ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ടൈമിംഗ് കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കെമിസ്ട്രി കഴിഞ്ഞ വട്ടത്തെ അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നില്ല പേഴ്സണലി. ഇത് കുറച്ചുകൂടെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാത്സ് പറയുകയാണെങ്കിൽ സാധാ പോലെ തന്നെ ലെന്തിയാണ്, പക്ഷെ കുറച്ച് സമയം കൊടുത്താൽ ചെയ്തെടുക്കാൻ പറ്റും. കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികളെല്ലാം കഴിഞ്ഞ സെഷൻ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് പറഞ്ഞത് മാത്സ് ഈസിയാണ് പക്ഷെ കൂടുതൽ ലെങ്തി ആയിരുന്നു എന്നൊരു ചോദ്യമാണ്. സോ ഇപ്രാവശ്യം അതേ അവസ്ഥ തന്നെയായിരുന്നു? ഇപ്രാവശ്യം അങ്ങനെ പറയാൻ പറ്റില്ല. ചെയ്യാൻ ടൈം കുറച്ച് കെമിസ്ട്രി ടൈം കുറച്ച് കൂടുതൽ പോയി. ഓക്കെ. സോ എനിക്ക് കമ്പാരിറ്റീവ്ലി മാത്സ് ചെയ്യാൻ കുറച്ച് പറ്റുള്ളൂ. സോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ലെങ്ത് ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ സമയം കിട്ടില്ല. കാര്യമായിട്ട് മാത്സിൻ്റെ കാര്യം ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ഒരു 15 അത്രയ്ക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ മാത്സ് ഓളം അങ്ങനെ തന്നെയാണ്. മുമ്പത്തിനെക്കാട്ടും ഇച്ചിരി ലെവലുണ്ടെന്ന് അറിയാം. ഫസ്റ്റ് സെഷനെക്കാട്ടും ജനുവരി 27 ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ആയിരുന്നത് കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിരുന്നു എന്ന രീതിയാണ്. ഇപ്രാവശ്യത്തെ കെമിസ്ട്രി എക്സാമും അതേപോലെ തന്നെ ആയിരുന്നു? അതേപോലെ ആയിരുന്നില്ല. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്തായാലും കഴിഞ്ഞ വട്ടത്തെ അരമണിക്കൂർ കൊണ്ട് കഴിയുന്നെങ്കിൽ ഇപ്രാവശ്യം ഒരു മണിക്കൂർ കൊണ്ട് അടുപ്പിച്ച് സമയം എടുക്കുമായിരുന്നു. ഡിലീറ്റഡ് ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻ വല്ലതും നന്നായിട്ട് ഓർക്കുന്നുണ്ടോ? ഡിലീറ്റഡ് ടോപ്പിക്സിൽ നിന്ന് വന്നത് ഫിസിക്സിൽ നിന്ന് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. കെമിസ്ട്രി കാലോമൽ ഇലക്ട്രോണുമായിട്ട് ചോദിച്ചിരുന്നു. അത് NCERT കണ്ടില്ല. അത് ഒരു പുറത്തുള്ള ക്വസ്റ്റ്യൻ തോന്നി കെമിസ്ട്രിയിൽ. പിന്നെ വേറെ അങ്ങനെ പറയാനില്ല. ഓൾമോസ്റ്റ് ഉള്ളത് തന്നെയാണ്, പഠിക്കാനുള്ള തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എക്സാം ദിവസം എങ്ങനെ വിലയിരുത്തുന്നു? പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഇവിടുത്തെ എക്സാംസ് തന്നെയാണ് പറയാനുള്ളത് പ്രത്യേകമായിട്ട്. അതായത് ഇവിടുത്തെ ആദ്യം എനിക്കാണെങ്കിൽ മാർക്ക് കുറവായിരുന്നു എൻ്റെ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ. പക്ഷേ ഇവിടുത്തെ എക്സാം എഴുതിയാണ് എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്. അതെനിക്ക് ഇന്നത്തെ എക്സാമിലും അത് കൂടുതൽ കാണാനായിട്ട് സാധിച്ചു. ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയത് എക്സാമുകളാണെന്നാണ് സുഹൃത്ത് പറഞ്ഞത്. ഇത് തന്നെയാണോ ഫീൽ ചെയ്യുന്നത്? എനിക്ക് തന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആദ്യമൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന റേഷ്യോസ് കുറവായിരുന്നു ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം. എക്സാം എഴുതി ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് ശീലമായി. പിന്നെ അറ്റംപ്റ്റ് ചെയ്യുന്ന എണ്ണം കൂടി. എറർ ഉണ്ടാവും എന്നാൽ കൂടിയും ശരിயான എണ്ണം കൂടും അനുസരിച്ച്. ഇന്നത്തെ എക്സാമുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു ഒരു ആദ്യത്തെ ഷിഫ്റ്റ് എക്സാം കഴിഞ്ഞപ്പോൾ? കഴിഞ്ഞ സെഷനെക്കാട്ടും കുറച്ചും കൂടി ടഫായി തോന്നുന്നു. എളുപ്പമായിരുന്നോ? അല്ല, ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്. ഫിസിക്സ് ഇൻറ്റീജർ പാർട്ട് കുറച്ച് ലെവൽ ഉണ്ടായിരുന്നു തോന്നി. ബാക്കി കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. ഏതാണ് ഏറ്റവും കൂടുതൽ ഈസി അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സബ്ജക്ട് ഏതാണ്? കെമിസ്ട്രി. പക്ഷേ കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ NCERT ഇല്ലാത്തതുപോലെ തോന്നി. ഇനി ഒന്നും കൂടെ വീട്ടിൽ റൂമിൽ ചെന്നിട്ട് ചെക്ക് ചെയ്യണം. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഔട്ട് ഓഫ് NCERT ആയിട്ട് തോന്നി. കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് NCERT ആണ് എന്നൊരു സംശയം പറയുന്നു. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ സെഷൻ 1 വെച്ച് നോക്കുമ്പോൾ കെമിസ്ട്രി വളരെ ഈസി ആയിരുന്നു. വളരെ കുറച്ച് സമയം മതി. ആ സമയം പോലും ഫിസിക്സിനും മാത്സിനും ഒക്കെ യൂട്ടിലൈസ് ചെയ്തു എന്നാണ് പല വിദ്യാർത്ഥികളും പറയുന്നത്. സോ സെഷൻ 1 കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രിയുടെ സ്റ്റാൻഡേർഡ് എങ്ങനെയുണ്ട്? സെഷൻ 1 എഴുതിയിട്ടില്ല. സെക്ഷൻ 1 വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കീപ്പിംഗ് അസൈഡ് ദിസ് ക്വസ്റ്റ്യൻ ബാക്കിയെല്ലാം സെയിം ലെവലായിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എക്സാം പാറ്റേണിലേക്ക് വരുമ്പോൾ എക്സാം ഹോളിൽ നിങ്ങൾക്ക് എങ്ങനെ വിലയിരുത്തുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ പ്രിപ്പറേഷൻസിനെ? മോഡൽ എക്സാംസിന്റെ പ്രാക്ടീസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ അതിൽ നിന്ന് കണ്ട അതേ ക്വസ്റ്റ്യൻ അത് വാക്ക് പോലെ മാറ്റാണ്, നമ്പർ പോലെ മാറ്റാണ് എക്സാമിന്റെ. ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ നീറ്റിന്റെ മോഡൽ വന്നിരുന്നു ഒരു ഹൈഡ്രജന്റെ അതേ ക്വസ്റ്റ്യൻ അതേ മോഡലിൽ നമ്പർ പോലും മാറ്റാതെ, ന്യൂമറിക്കൽ വാല്യൂസ് പോലും മാറ്റാതെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. വെറുതെ മാർക്ക് ചെയ്താൽ മതി. പ്രിപ്പയർ ചെയ്തിട്ട് പോലും ഞങ്ങളുടെ നീറ്റ് മോഡൽ എക്സാമിന് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ വാല്യൂ പോലും മാറ്റാതെ എക്സാക്ട് ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾ എല്ലാവരും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു. നീറ്റിന്റെ എക്സാംസ് അതേപോലെ, നീറ്റ് ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ജെയ് മെയിലും ചോദിച്ചിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ജെയ് മെയിൻ എക്സാം ഒക്കെ കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് എക്സാം എഴുതാൻ പറ്റിയോ? എന്തായിരുന്നു അവരുടെ എക്സാം പാറ്റേൺ? സോ വിദ്യാർത്ഥികളെല്ലാവരും അവരുടെ എക്സാമിന് ശേഷം ഹോസ്റ്റലിലേക്കും ക്യാമ്പസുകളിലേക്കും മടങ്ങുകയാണ്. സോ നമ്മളും അവരോടൊപ്പം ജോയിൻ ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? എക്സാം
മോഡറേറ്റ് ലെവലായിരുന്നു. അത്ര നന്നായി ഈസിയോ അല്ല, നന്നായി ടഫും അല്ല. മാത്സിൽ ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫിസിക്സ് ഇൻറ്റീജർ ഇത്തിരി പണിയായിരുന്നു. ബാക്കി MCQ ടൈപ്പൊക്കെ ഈസി ആയിരുന്നു. ഒരുപക്ഷെ ഫസ്റ്റ് സെക്ഷൻ വിദ്യാർത്ഥികൾ എല്ലാവരും ഏറ്റവും കൂടുതൽ സിമ്പിൾ എന്ന് പറഞ്ഞത് കെമിസ്ട്രിയാണ്. സോ ഈ വർഷത്തെയും ഈ ഒരു സെഷൻ നോക്കുമ്പോഴും കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മോഡറേറ്റ് ആയിരുന്നു. NCERT പോലെ തന്നെയായിരുന്നു, അതോ NCERTക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളുള്ളതായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു? ഇല്ല, കുറവായിരുന്നു. ഓക്കെ. സോ ഒരുപക്ഷെ വിദ്യാർത്ഥികൾ ഏവരും ഏറ്റവും കൂടുതൽ ലെങ്തി ആയിരുന്നു അല്ലെ ബുദ്ധിമുട്ട് എന്ന് സെഷൻ 1-ൽ പറഞ്ഞത് മാത്തമാറ്റിക്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മാത്തമാറ്റിക്സ് എക്സാമിനെ കുറിച്ച്? മാത്സിൽ സമയം എടുത്തു. പിന്നെ അതുപോലെ ഫിസിക്സിൽ ഔട്ട് സിലബസ് ഉണ്ടായിരുന്നു, പൊട്ടൻഷ്യോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രി ഓക്കെ ആയിരുന്നു, നമുക്ക് എഴുതാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. കുഴപ്പമില്ലായിരുന്നു എക്സാം. വിദ്യാർത്ഥികളെല്ലാവരും വളരെ ഹാപ്പിയാണ്. എന്താണോ മെയിൻ സെഷൻ സംഭവിച്ചത് അതേപോലെ തന്നെ അതേ റെപ്ലിക്ക എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഫിസിക്സ് ഈസി ആയിരുന്നു, മോഡറേറ്റ് ലെവൽ ഈസി തന്നെയായിരുന്നു. കെമിസ്ട്രി പ്രതീക്ഷിച്ചതുപോലെ തന്നെ സിമ്പിൾ ആയിരുന്നു. പക്ഷേ മാത്സിൻ്റെ കാര്യം വരുമ്പം കുറച്ച് ലെങ്തി ആയിരുന്നു, കുറച്ച് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്ന രീതിയിലാണ് വിദ്യാർത്ഥികൾ എല്ലാവരും പറയുന്നത്. സോ എല്ലാവരും ഹാപ്പിയാണ്. അവരുടെ ഒരു വർഷത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകുന്ന ദിവസങ്ങളാണ് ഇന്ന് അറിയുമ്പം വിദ്യാർത്ഥികൾ സന്തോഷിക്കുന്നു. വിദ്യാർത്ഥികളുടെ സന്തോഷത്തോടൊപ്പം ഞങ്ങളും ജോയിൻ ചെയ്യുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.